കടലിന്റെ നിഗൂഢത നിറഞ്ഞ അടിത്തട്ടും സൗന്ദര്യവും ഒക്കെ കാണാനാവുക. അത് വളരെ റെയറായി മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഡീപ്പ് സീ ഡൈവറാണ് എന്നോടൊപ്പം ഉള്ളത്. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡീപ്പ് സീ ഡൈവർ അതുല്യാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടേ ഞാനിങ്ങനെ അപ്പിയറൻസ് ഉള്ള ഒരാളെ നാട്ടിലധികം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരുപാട് സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം ഈ രൂപം ഇങ്ങനെ അതെ, ആയിട്ട് അതെ. അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എത്ര സമയം കൊണ്ടാണ് ഈ ഡെഡ് ലോക്കിലേക്കും ടാറ്റൂയിങ്ങിലേക്കും പല കൾച്ചറൊക്കെ ഉള്ള ജീവിതത്തിലേക്കൊക്കെ വന്നത്? ഞാൻ ആക്ച്വലി സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ആ, ചെയ്യുന്നുണ്ടായിരുന്നത് 1 ആ. ഇയർ ആയിട്ട്. സോ അവരുടെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. എൻ്റെ ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് നടന്നത് തന്നെ അവിടുന്ന് ആയതുകൊണ്ട് തന്നെ എന്തോ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉം, ഉം, അങ്ങനെയാണ്. ഉം, ഉം. പിന്നെ ടാറ്റൂ ഒക്കെ ഞാൻ ഡൈവിങ്ങിലേക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് മെർമെയ്ഡും എല്ലാം ഓക്കെ, ഓക്കെ, ഒരു ഓക്കെ, കടലിന്റെ ഓക്കെ. തീം ഉള്ളതെല്ലാം അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. എത്ര സമയം എടുക്കും മുടി ഡെഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡെഡ് ലോക്ക് ചെയ്യാൻ ഒരു 6 അവേഴ്സ് 7 അവേഴ്സ് നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഇത് അതുല്യ തന്നെ ചെയ്യുന്നുണ്ടോ അല്ലല്ല. ഇല്ലേ? അവിടുത്തെ ബ്യൂട്ടീഷ്യൻസ് അത് അവര് ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ, അവിടെ ഓക്കെ. ഇതെല്ലാം ഫെമിലിയർ ആണ് എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ ഈ സിന്ദഗി നമിലൊക്കെ ദോബരാന്ന് ഹിന്ദി സിനിമയുണ്ട്. Yeah. അപ്പൊ ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്കൂബ ഡൈവർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അതെ. കത്രീന കൈഫാണ് റോൾ അതെ, അതെ, ചെയ്തിരിക്കുന്നത്. അതെ. അപ്പം ആ സ്കൂബ ഡൈവറിന് അവിടുത്തെ ആളുകളിൽ തന്നെ ലോക്കലി ഭയങ്കര ഫാൻ വർഷിപ്പും ആളുകൾക്ക് ഒരു സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അതെ, നമ്മൾ അതെ, ചെയ്യുന്നത്. ഇപ്പം അതെ. ഇപ്പൊ മരണക്കിണർ ചെയ്യുന്ന ഒരു സർക്കസ് ഒരു മരണക്കിണർ ബൈക്ക് ഓടിക്കുന്ന ആളോട് നമുക്കൊരു ചെറിയ ആരാധന വരും അതെ. കുറച്ച് നേരത്തേക്ക്. അങ്ങനെയുള്ള ഫാൻ വർഷിപ്പുകളൊക്കെ അങ്ങനെ മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ കരിയറിൽ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ ഒരു അനുഭവം എന്ന് പറയാമോ? അങ്ങനെയല്ല. ഇപ്പൊ ഒരു കടലിന്റെ അടിയിൽ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കൊണ്ടുപോകുന്ന ഒരാള് ആ കാഴ്ച കണ്ട് തിരിച്ചു വരുമ്പോ അവരുടെ വിചാരം നമ്മൾ എന്തോ ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെയൊന്നുമല്ല. കടലിന്റെ ഒരു ഭംഗിയാണ്. നമ്മൾ അവരൊരു സപ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോകണമെന്ന് നമ്മളൊരു മാത്രമേ ഗൈഡ് ഉള്ളൂ. മാത്രമാണ്. നമ്മളൊരു ഗൈഡ് മാത്രമാണ്. നമ്മൾക്ക് അവിടെയുള്ള അവരെ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ജോബാണ് നമുക്കുള്ളത്. ഉം, സോ ഉം, ഉം. അതിനുശേഷം അവരുടെ അടുത്ത് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ആൻഡമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറെയാണ് കൊണ്ടുപോയത്. ഒരു ഉം. 65 എബോ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആള് പോയി വന്ന് ആളുടെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ എന്തോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു ഫീലായിരുന്നു. സോ ഓക്കെ. തിരിച്ചു വന്നതിന് ശേഷം ആള് എന്നെ അങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഒരു ഏജിൽ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അതെനിക്കൊരു പെൺകുട്ടിയുടെ കൂടെ പോകാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും ഓരോ ഡൈവിന് ശേഷം നമുക്ക് ഓരോ ഹാപ്പി മൊമെന്റ് ആണ് എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ ഒരു ബ്ലെസ്സിങ് നമ്മൾക്ക് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാവുന്ന സമയത്ത് കുറേം കൂടിയൊക്കെ ബ്ലെസ് ചെയ്തിട്ട് ആൾക്കാർ പോവാറുണ്ട്. ഉം, ഉം, ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഫാൻസ് ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്തിലേക്ക് വരാണല്ലേ കേട്ടിട്ടുണ്ട്, Yeah. ഈ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഈ അതെ, ആംഡ് ഫോഴ്സസിനോട് വല്ലാത്തൊരു ഫാസിനേഷൻ അതെ, ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴും ഈ നീന്തല് ഒരു കാര്യമായിട്ട് തന്നെ വേണല്ലോ, ഒരു സ്കില്ലായിട്ട് തന്നെ വേണല്ലോ. അത് അതെ. തുടങ്ങുന്നത് ഈ തീരങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞങ്ങള് അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ് അതെ, നമ്മളിപ്പോൾ അതെ. ഉള്ളത്. എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ പല നമ്മള് സ്വിമ്മിങ്ങിന് വരുന്ന ഒരു ഏരിയ ഇത്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുളമൊക്കെ ആയിരുന്നു. അപ്പൊ പോലും ചെറുപ്പത്തിൽ പോലും എൻ്റെ മനസ്സിലൊരു സ്കൂബ ഡൈവർ ആവണം അല്ലെങ്കിൽ ഒരു ഉം. കൊമേഴ്ഷ്യൽ ഡൈവർ ആവണം എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പോലീസിലാവണം എന്നുള്ളതായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ ഉം. അതുകൊണ്ട് തന്നെ ഞാനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹിസ്റ്ററി ബേസ് BA ഹിസ്റ്ററി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ സയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് അതിൽ ജമ്പ് ചെയ്തിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി. ഉം, ഉം. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ പോലീസ് ആവണം. അപ്പോൾ നമ്മളൊരു സിവിൽ സർവീസിലേക്ക് പോകുമ്പോഴും ഒരു 60-70% നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ആ ഒരു ബേസിലാണ് പോയത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ പറഞ്ഞ ഒരു വേർഡ്, അതായത് ഒരു 45 പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മിസ് ഇങ്ങനെ പറഞ്ഞതാണ്, പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു മേഖലകളുണ്ട്, സ്ത്രീകൾ ഒരിക്കലും അവിടേക്ക് കടന്നു ചെല്ലുന്നില്ല. ഉം. എസ്പെഷ്യലി ഫോറിനേഴ്സ് ഉണ്ട്, പക്ഷേ ഈ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഉം, ഒരു. ഉം, ഉം. അന്ന് ഞാൻ ഇച്ചിരി ഒരു പുരുഷ വിരോധി ആയിരുന്നു. ഇന്നില്ല കേട്ടോ, ഇന്ന് ഞാൻ ഫുൾ റെസ്പെക്റ്റ് ആണ് അവരോട്. അപ്പോൾ അങ്ങനെ ഒരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ്. ആ, ആ. അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. ശരി തന്നെയാണ്, ഇതൊരു ഫുൾ കംപ്ലീറ്റ്ലി മെയിൽ ബോയ്സും. ഓ ഡോമിനേറ്റഡ് ആയിട്ടുള്ള. അതെ, അതെ. ഫുൾ അവരുടെ ഒരു ഏരിയ തന്നെയാണത്. അവിടേക്ക് നമ്മൾ ചെല്ലണ സമയത്ത് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതായിരുന്നു ഡൈവിനെക്കാട്ടി മുമ്പ് എനിക്കുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കൊരു സങ്കടം പറയാനോ ഒന്നിനും തന്നെ ഒരു നമ്മളെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഒരു പെൺ സുഹൃത്തിനോട് പറയുന്നത്, എസ്പെഷ്യലി ഞാൻ ഗേൾസിലായിരുന്നു ഞാൻ പഠിച്ചത് മൊത്തം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ആൺകുട്ടികളുടെ അടുത്ത് എങ്ങനെ ഇവരായിട്ട് മിങ്കിൾ ചെയ്യും, എങ്ങനെ
എങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെന്നാർ സിമ്പിൾ എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയത് ഡൈവിങ്ങിലേക്ക് വന്നിട്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് ഉള്ളതും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതും ബോയ്സിനെ തന്നെയാണ്. അവരെന്തുകൊണ്ടാണ് ഈ ജോലി ഇത്രയും ആളുകൾ ബോയ്സ് മാത്രമാണ് ചെയ്യണമെന്നുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വർക്കാണ്, പാഷൻ വേണം ഇതിനോട്. നമുക്കൊരു എന്താ പറയാ, സോ എല്ലാവർക്കും ധൈര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇച്ചിരി കൂടി ഒരു ധൈര്യം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഇത്തരത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ആയിക്കോട്ടെ, സ്കൈ ഡൈവിംഗ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ജോബിന്റെ വേക്കൻസീസ് അല്ലെങ്കിൽ ജോബിന്റെ സാധ്യതകളുണ്ട് അതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ കടലിന്റെ അടിയിലെ എല്ലാ ജീവികളും ഒരുവിധപ്പെട്ട നമ്മുടെ അറിവിൽ കടലിനടിയിലെ എല്ലാ ജീവികളും ഡേഞ്ചറസ് ആണ്. ഇപ്പൊ ഒരു ജെല്ലി ഫിഷിന്റെ സ്റ്റിങ് കിട്ടിയാൽ പോലും ചിലപ്പോൾ 1-2 ദിവസം അതെ. അതിന്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഏറെക്കുറെ നടന്നു പോകുന്നത് പോലെ പോകുന്നത്. അതെ. അപ്പൊ ആ ഡേഞ്ചറിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു തിരണ്ടിവാലിന്റെ ഒരു അടി കൊണ്ടാണല്ലോ നമ്മുടെ സ്റ്റീവൻ എല്ലിന് മടിച്ചത്, അതെ. വിട്ടുപോയത് നമ്മളെ. അപ്പൊ അത്രയും പ്രശ്നമുണ്ട്, അത്രയും റിസ്ക് ഉണ്ട് ഇതിനകത്ത്. അത് മനസ്സിലാക്കി തന്നെയാണോ ഓരോ ദിവസവും ഈ പ്രൊഫഷനിൽ നിൽക്കുന്നത്? അതെ. നമുക്ക് അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഇതിൽ അപകടം ഉണ്ട് എന്നുള്ളതല്ലേ. പക്ഷേ ഈ അപകടം എങ്ങനെ വരാതിരിക്കുക എന്നുള്ള ഒരു നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഡൈവിംഗ് പഠിക്കുന്ന കോഴ്സുകളിൽ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം. ഇനി സപ്പോസ് അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രീതികൾ, നമുക്കൊരു ആക്സിഡന്റ് പറ്റുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ വേറൊരു ഇതിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. കടലിൽ എന്തൊക്കെ ജീവികളുണ്ട് എന്ന്, അതിൽ നിന്നുണ്ടാവുന്ന അറ്റാക്കുകൾ ഏത് രീതിയിലായിരിക്കും, ഇനി അതിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണെന്നുള്ള എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ഫുൾ കവേർഡ് ആയിരിക്കും. നമ്മൾ വെറ്റ് സ്യൂട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൗ യൂസ് ചെയ്യും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർ വാട്ടറിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ തന്നെ എന്ന് പറയുന്നത് വെച്ചിട്ട് ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. അണ്ടർ വാട്ടറിലുള്ള ഒരു സംഭവത്തിന് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഒരു മീൻ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം പോലും നമ്മൾ ബോട്ടത്തിൽ തട്ടുന്നില്ല. അത്രയും ബോയൻസി എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഈ സ്റ്റിംഗ് റേ പോലുള്ളതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ നിലത്ത് കൂടെ എഴഞ്ഞിട്ടൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. പക്ഷെ ബോയൻസി കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒരു ഡൈവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ജോബിന്റെ അല്ലെങ്കിൽ സ്കൂബ ഡൈവിന്റെ ഒരു ഇതിൽ പറയുമ്പോൾ തന്നെ ഏറ്റവും ലേസിയസ്റ്റ് ജോബ് എന്ന് പറയാം. അതായത് അത്രയും പതുക്കെ, വെള്ളം പോലും അറിയില്ല നമ്മൾ പോണത് എന്നുള്ളത്. നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ അവരോട് പറയണത് നിങ്ങൾ സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നുള്ളത്. ഇവര് സ്വിം ചെയ്യുന്ന സമയത്ത് കൈയെല്ലാം ആക്ഷൻസ് എല്ലാം ഇടുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അക്വാറ്റിക് അനിമലിന് തോന്നുന്നത് എന്തോ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് അറ്റാക്കുകൾ വരുന്നത്. അതല്ലെങ്കിൽ അവർ അവരുടെ സ്ഥലത്തിരിക്കുവാണ്, നമ്മൾ ജസ്റ്റ് കണ്ട് ഒരു എന്താ പറയാ, ഒരു ടൂർ പോയ പോലെ പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ എത്രത്തോളം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അറ്റാക്ക് കിട്ടിക്കോളും. പിന്നുള്ളതൊക്കെ ദൈവത്തിന്റെ വിധിയാണ്. നമുക്കറിയാം ഇതിങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബാണ്. വേൾഡിലെ തന്നെ ഒരു 10 ജോബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഉള്ള ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ജോബാണ്. സോ നമുക്കറിയാം ഇതിന്റെ പുറകിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇഷ്ടം, വെള്ളത്തിനോടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ ഓരോ ദിവസം കാണുന്ന കാഴ്ചകൾ, ഇന്ന് കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്നത്. സോ നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്നും പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡൈവും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഓരോ ഡൈവ് കഴിഞ്ഞു വരുന്നതും ഒരു യോഗ കഴിഞ്ഞു വരുന്നൊരു ഫീലാണ്